നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അൺബീറ്റൻ റൺ തുടരുന്നു. ആര്? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ. തെറ്റിപ്പറഞ്ഞതല്ല. ബോക്സിംഗ് ഡേയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് എറയിൽ തോറ്റിട്ടില്ല എന്ന് മാത്രമല്ല, പ്രീമിയർ ലീഗ് എറക്കും മുമ്പേക്ക് നമുക്ക് പോകാം. 1978 ശേഷം ബോക്സിംഗ് ഡേ മത്സരത്തിൽ ഒരിക്കൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോറ്റിട്ടില്ല. അങ്ങനെ ചരിത്രം പലതും ഇപ്പോൾ തിരുത്തി കുറിച്ചുകൊണ്ടിരിക്കുകയാണ് യുണൈറ്റഡ്. അത് തിരുത്തി കുറിക്കപ്പെടും എന്ന് തോന്നിച്ചൊരു കളിയിൽ ഒടുവിൽ അവർ വിജയിച്ച് കയറി. 2-0 പുറകിൽ പോയതാ കളി 30 മിനിറ്റ് ആകുമ്പോഴേക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആസ്റ്റൺ വില്ല യുണൈറ്റഡിന് ഓൾഡ് ട്രാഫോർഡിലിട്ട് പണി കൊടുക്കുമെന്ന് തോന്നിച്ചു. പക്ഷേ ഗംഭീരമായിട്ട് തിരിച്ചു വന്നു. 3-2 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ച് കയറി. കളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് അർജന്റീൻ യുവ സൂപ്പർ താരം അലയാൻഡ്രോ ഗർനാച്ചോ ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ റാസ്മുസ് ഹോയ്ലൻഡ് ഗോൾ അടിച്ചിരിക്കുന്നു. അതെ, പ്രീമിയർ ലീഗിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നു. അതും വിജയ ഗോളായിരുന്നു. അങ്ങനെ ആ 3-2 വിജയിക്കുന്ന ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി മാഗിനും ഡെൻഡോങ്കറുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. ഓൾഡ് ട്രാഫോർഡിൽ വെച്ച് നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് ഹോയ്ലൻഡും റാഷ്ഫോർഡും ബ്രൂണോ ഫെർണാണ്ടസും അലയാൻഡ്രോ ഗർനാച്ചിയും ഒരുമിച്ചാണ്. മറുഭാഗത്ത് വാറ്റ്കിൻസിനെയും റംസിയെയും മാഗിനെയും ബെയ്ലിയെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ആസ്റ്റൺ വില്ല തങ്ങളുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 21-ാമത്തെ മിനിറ്റിൽ തന്നെ മാഗിനിലൂടെ അവർ മുന്നിലെത്തുന്നു. ഡെൻഡോങ്കറുടെ ഗോളിലൂടെ 26-ാമത്തെ മിനിറ്റിൽ അവർ 2-0 ലീഡെടുക്കുന്നു. യുണൈറ്റഡ് പൊട്ടിത്തകരുകയാണ് വീണ്ടും എന്നൊരു തോന്നലുണ്ടായി. ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ആസ്റ്റൺ വില്ല മുന്നിൽ. എന്നാൽ രണ്ടാം പകുതിയിൽ കളി മാറി. 59-ാമത്തെ മിനിറ്റിൽ അലയാൻഡ്രോ ഗർനാച്ചോ ഒരു ഗോൾ മടക്കിയടിക്കുന്നു. 71-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഗർനാച്ചോ ആസ്റ്റൺ വില്ലയുടെ വലയിലേക്ക്, എമിലിയാനോ മാർട്ടിനസ് കാവൽ നിൽക്കുന്ന ആസ്റ്റൺ വില്ലയുടെ വലയിലേക്ക് തൻ്റെ 2ാമത്തെ ഗോൾ കണ്ടെത്തുന്നു. സ്കോർ ലൈൻ 2-2. അവിടെയും തീർന്നില്ല. 82-ാമത്തെ മിനിറ്റിൽ റാസ്മുസ് ഹോയ്ലൻഡ് തൻ്റെ പ്രീമിയർ ലീഗിലെ ആദ്യ ഗോൾ കണ്ടെത്തിയതോടെ 3-2 വിജയം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കി. കഴിഞ്ഞ 4 കളികളായിട്ട് ഗോളൊന്നും അടിക്കാൻ കഴിയാതെ പോയ യുണൈറ്റഡ് അങ്ങനെ 3 ഗോളുകൾ അടിച്ചു കയറ്റിക്കൊണ്ട് തന്നെ മത്സരം വിജയിച്ച് കയറി. ഇന്നലത്തെ മറ്റ് കളികളുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ന്യൂകാസിൽ യുണൈറ്റഡിനെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 3-1 തോൽപ്പിച്ചു. ലൂട്ടൺ ടൗണും ഷെഫീൽഡ് യുണൈറ്റഡും തമ്മിലുള്ള കളി 3-2 ലൂട്ടൺ വിജയിച്ചപ്പോൾ ബേൺമൗത്ത് വേഴ്സസ് ഫുൾഹാം മത്സരം 3-0 ബേൺമൗത്ത് വിജയിച്ചു. ബേൺലി വേഴ്സസ് ലിവർപൂൾ മത്സരം 2-0 വിജയം ലിവർപൂളിന്. ന്യൂനസ് 6-ാമത്തെ മിനിറ്റിലും ജോട്ട 90-ാമത്തെ മിനിറ്റിലും ഗോളടിച്ചപ്പോൾ യർഗൻ ക്ലോപ്പിൻ്റെ ടീം വിജയിച്ച് കയറി. ബോക്സിംഗ് ഡേയിൽ യർഗൻ ക്ലോപ്പ് തോറ്റിട്ടില്ല. ആ റെക്കോർഡ് അദ്ദേഹവും തുടരുകയാണ്. ഏതായാലും ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് പട്ടിക എടുത്തു നോക്കിയാൽ ലിവർപൂൾ 1-ാം സ്ഥാനത്ത് കുതിക്കുന്നു. 19 കളികളിൽ നിന്ന് അവർക്ക് 42 പോയിന്റുണ്ട്. യുണൈറ്റഡ് ഇന്നലത്തെ വിജയത്തോടുകൂടി 19 കളികളിൽ നിന്ന് 31 പോയിന്റോടെ 6-ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.